ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു മത്സരം ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിലാണ്. ഒരുപക്ഷെ ഏറെക്കുറെ തുല്യശക്തികളായ രണ്ട് ടീമുകൾ തമ്മിൽ നേർക്കുന്ന എന്നൊരു പോരാട്ടം കൂടി ഈ മത്സരത്തിന്റെ പ്രത്യേകതയാണ്. 60 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് വിരാമിടാനാണ് ഇംഗ്ലീഷ് പട ഇന്നിറങ്ങുന്നത്. ക്രൊയേഷ്യ തോമസ് ടുലേഷ്യ സംഘത്തിന് എതിരാളിയായി ആദ്യ മത്സരത്തിൽ വരികയും ചെയ്യുന്നു. 2018 കിരീടമോഹങ്ങളുമായി സെമി വരെ എത്തിയ ഇംഗ്ലണ്ട് ടീമിന്റെ ആ സ്വപ്നം തല്ലിക്കെടുത്തിയത് ക്രൊയേഷ്യയാണ്. അതിനോടൊരു പകരം വീട്ടുക എന്ന ഉദ്ദേശം കൂടിയുണ്ട് ഇന്ന് ഇംഗ്ലീഷ് സഖ്യത്തിന്. എന്നാൽ ലുക്കാ മോഡ്രിച്ചിന്റെ നേതൃത്വത്തിൽ കളിക്കുന്ന ക്രൊയേഷ്യയ്ക്ക് ഏത് വമ്പന്മാരെയും തോൽപ്പിക്കാനുള്ള കരുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വാശിയേറിയ പോരാട്ടം ഇന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ഈ സൂപ്പർ പോരാട്ടം. അങ്ങനെ പല പ്രമുഖ താരങ്ങളെയും ഒഴിവാക്കിയാണെന്ന് ഇംഗ്ലീഷ് ടീം ഇത്തവണ അമേരിക്കയിലേക്ക് ഈ ലോകകപ്പിനായി എത്തുന്നത്. ഹാരി കെയ്ന്റെ നേതൃത്വത്തിൽ ലോകോത്തര താരങ്ങൾ അണിനിരക്കുന്ന ടീം കിരീടത്തിൽ കുറഞ്ഞൊന്നും പക്ഷേ ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല. മോഹസിൻ സീസി തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനറിലേക്കാണ് ഇനി. ഇറ്റ്സ് കമ്മിങ് ഹോം. ഏതൊരു ടൂർണമെന്റിന് ബൂട്ട് കെട്ടും മുമ്പേ ഇംഗ്ലീഷ് ആരാധകർ പതിവായി പറയുന്നൊരു വാക്യം, ഇത്തവണ ഉറപ്പായും കപ്പ് രാജ്യത്തേക്ക് കൊണ്ടുവരും. ഇംഗ്ലണ്ടിന്റെ സ്വപ്നം ഇത്തവണയെങ്കിലും പൂവണിയുമോ? സർവ്വസന്നാഹങ്ങളുമായാണ് ഇംഗ്ലീഷ് പട ഇത്തവണ ലോകകപ്പിലേക്ക് എത്തിയത്. ആക്രമണത്തിലെ വേഗതയും കൃത്യതയും തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ കൈമുതൽ. 26 അംഗ സ്ക്വാഡ് പരിശോധിച്ചാൽ സൂപ്പർ താരങ്ങളുടെ നീണ്ട നിര തന്നെ കാണാനാകും. ടീമിന്റെ ക്യാപ്റ്റനും പ്രധാന സ്കോററുമായ ഹാരി കെയ്ൻ തന്നെയാണ് മുന്നേറ്റ നിരയിലെ കുന്തമുന. ക്ലിനിക്കൽ ഫിനിഷിംഗും ലിങ്കപ്ലയും തന്നെയാണ് ഹാരി കെയ്നെ വേറിട്ടതാക്കുന്നത്. നമ്പർ 9 പ്ലേമേക്കർ റോളുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അപൂർവം ചില കളിക്കാരിൽ ഒരാളാണ് കെയ്ൻ. വിങ്ങർമാരായി ബുക്കായോ സാക്ക, റാഷ്ഫോർഡ് എന്നിവർ കൂടിയെത്തുമ്പോൾ ഏതൊരു പ്രതിരോധ കോട്ടയും തകരും. മുന്നേറ്റ നിരയെ ഉപയോഗിച്ച് പരിശീലകൻ തോമസ് ടുഷേൽ വാർത്തെടുക്കുന്ന വെർട്ടിക്കൽ ഫുട്ബോൾ ശൈലി എതിർ ഗോൾ മുഖത്ത് ഭീഷണി ഉയർത്തുമെന്ന് ഉറപ്പാണ്. മധ്യനിരയിലേക്ക് എത്തിയാൽ കളം പിടിക്കാൻ ഡെക്ലൻ റൈസ്, എലിയറ്റ് ആൻഡേഴ്സൺ, ജൂഡ് ബെല്ലിംഗാം എന്നിവരടങ്ങുന്ന മൂവർ സംഘമുണ്ട്. ഇതിൽ എതിർ ടീമിൽ നിന്ന് പന്ത് തട്ടിയെടുക്കാനും കൗണ്ടർ അറ്റാക്ക് തടയാനും റൈസിന് പ്രത്യേക മിടുക്കുണ്ട്. കൂടാതെ ഷോർട്ട് പാസിലൂടെ കളി നിയന്ത്രിക്കുന്ന എലിയറ്റ് ആൻഡേഴ്സണും ബോക്സ് ടു ബോക്സ് വിസ്മയം ബെല്ലിംഗാമും ചേരുമ്പോൾ മിഡ്ഫീൽഡ് ശക്തമാണ്. റീസ് ജെയിംസ്, എസ്രി കോൻസ, മാർഗുഹി, യുവതാരം നിക്കോ റൈലി എന്നിവരടങ്ങുന്ന പ്രതിരോധ നിരയും കരുത്തുറ്റതാണ്. ഒപ്പം ഗോൾ വലക്കാക്കാൻ വിശ്വസ്തനായ ജോർദാൻ പിക്ഫോർഡും. ഇവർക്ക് പിന്നിൽ എബ്രിജേസെ, മോർഗൻ റോജേഴ്സ്, ആന്റണി ഗോർഡൻ, ജോർദൻ ഹെൻഡേഴ്സൺ എന്നിവരും ഏത് നിമിഷവും കളി മാറ്റാൻ കെൽപ്പുള്ളവരാണ്. 4-2-3-1 എന്ന പൊസഷൻ പ്ലേയിൽ തുടങ്ങുന്ന ശൈലിയിൽ തന്നെയാകും തുഷൽ ഇത്തവണയും കളിമെനയുക. കരുത്തരായ ക്രൊയേഷ്യയാണ് ഗ്രൂപ്പ് റൗണ്ടിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ എതിരാളി. തുടർന്ന് ജൂൺ 23 ഗാനയെയും 27 പാനമയെയും നേരിടും. ഗ്രൂപ്പ് റൗണ്ടും നോക്കൌട്ടും പിന്നിട്ട് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഫൈനലിൽ ലോക കിരീടം ഉയർത്താനാകുമെന്നാണ് ലോകമെമ്പാടുമുള്ള ഇംഗ്ലീഷ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മറിച്ചായാൽ പാമറിനെയും ഗിബ്സ് വൈറ്റിനെയും ഫിൽഫോർഡിനെയും പുറത്തിരുത്തി കളിക്കിറങ്ങിയ തോമസ് ടുഷേൽ മറുപടി പറയേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.